നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. അവിവാഹിതരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യുവും പിടിയിൽ. കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോട് കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ലെന്നും മന്ത്രി. ലഹരിക്കെതിരായ പോരാട്ടം. കേരള വിഷന്റെ ഗോൾഡ് ഓൺ കൺട്രി റോഡ് ഷോ കൊല്ലം ജില്ലയിൽ. ഓച്ചിറയിൽ നിന്നും ലഹരിക്കെതിരെ ഗോൾഡൻ കിക്ക്. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായി തിരുവോണം ബമ്പർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. അടുത്ത തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യുവിനെയും പോലീസ് പിടികൂടി. കുന്നത്തൂർ സ്വദേശിനിയാണ് വഞ്ചിക്കപ്പെട്ടത്. ഇയാൾക്ക് 2 വിവാഹങ്ങളിലായി 4 കുട്ടികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറിയത്. ഇയാൾക്ക് 2 ഭാര്യമാരിലായി 4 കുട്ടികളുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിൻ ഇയാളുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലതവണ യുവതിയുടെ വീട്ടിലെത്തിയ ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യു എന്നിവരാണ് പിടിയിലായത്. കുന്നത്തൂർ സ്വദേശിനിയായ 22-കാരിയാണ് വഞ്ചിക്കപ്പെട്ടത്. യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ മാളിൽ ജീവനക്കാരിയാണ്. റെജിൻ അവിടെ തന്നെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയുമായി അടുപ്പത്തിലായ ഇയാൾ അവരുടെ വീട്ടുകാരുമായും ബന്ധം സ്ഥാപിച്ചു. ആഡംബര വാഹനത്തിൽ ഉൾപ്പെടെ വീട്ടിലെത്തി സമ്പന്നനാണെന്ന് ബോധ്യപ്പെടുത്തി. ഒടുവിൽ വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തി. രക്ഷിതാക്കൾ വിദേശത്താണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. യുവതിയുടെ താല്പര്യപ്രകാരം വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു. ഞായറാഴ്ച പ്രദേശത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. ചടങ്ങിൽ ബന്ധുക്കൾ എത്താത്തതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് കാരണം പറഞ്ഞ് തടി തപ്പി. വിവാഹശേഷം വധുവുമായി കണ്ണനല്ലൂരിലെ വാടക വീട്ടിലേക്ക് പോയി. നിലവിൽ റെജിനൊപ്പം താമസിച്ചിരുന്ന 2ാം ഭാര്യ വിവരമറിഞ്ഞ് കുട്ടികളുമായി ഇവർകാലയിലെത്തി. ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഭർത്താവിന്റെ 3ാം വിവാഹം സ്ഥിരീകരിച്ചു. അവർ വീട്ടുകാരെയും ശാസ്താംകോട്ട പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബന്ധു മരിച്ചെന്നും അടിയന്തരമായി വീട്ടിലെത്തണമെന്നും പറഞ്ഞ റെജിനെയും യുവതിയെയും നാട്ടിലെത്തിച്ചു. വീട്ടിലെത്തിയപ്പോൾ പന്തികെടുത്തുന്ന യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതിനിടെ റെജിനൊപ്പം വന്ന് പുത്തൂരിലിറങ്ങിയ സുഹൃത്ത് ജിജോ മാത്യു ഇവരെ കാണാതിരുന്നതിനാൽ ഓട്ടോറിക്ഷയിൽ രാത്രി യുവതിയുടെ വീട്ടിലെത്തി. കാത്തിരുന്ന നാട്ടുകാർ അയാളെയും പിടികൂടി പോലീസിനെ കൈമാറുകയായിരുന്നു. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറയിലെ ബാറിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 3 പേർക്കെതിരെ കേസെടുത്തു. ബാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കസേരകളും മദ്യക്കുപ്പികളും ജീവനക്കാർക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്തു. കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ഓച്ചിറയിലെ ബാറിലാണ് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കായംകുളം തെക്ക് കൊച്ചുമുറി മണക്കാട്ടുചിറയിൽ ഹൻഷാദ് ഉൾപ്പെടെ 3 പേർക്കെതിരെ ഓച്ചിറ പോലീസ് കേസെടുത്തു. ഹൻഷാദ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഘം കസേരകളും മദ്യക്കുപ്പികളും ജീവനക്കാർക്ക് നേരെ വലിച്ചെറിഞ്ഞു. മദ്യക്കുപ്പികളും ഗ്ലാസുകളും എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഞായറാഴ്ച രാത്രിയാണ് സംഭവത്തിന്റെ തുടക്കം. പ്രവർത്തന സമയം കഴിഞ്ഞ് ബാറിലെത്തിയ സംഘം മദ്യം ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ കൊടുക്കാൻ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബാർ ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി. പോലീസ് എത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത്.
ഇതിൽ പ്രകോപിതരായ സംഘം കഴിഞ്ഞ ദിവസം ബാറിലെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. ജലനിധിയിൽ ക്രമക്കേടും അഴിമതിയും ആരോപിച്ചാണ് ധർണ നടത്തിയത്. ബിജെപി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബിജെപി ചവറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. ജലനിധിയിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും ആരോപിച്ചായിരുന്നു ധർണ. ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണവർഗവും രാഷ്ട്രീയ വർഗവുമായിട്ടുള്ള UDF-നോട്, ഈ സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാരിനോട് ബിജെപിയുടെ ഒരു പ്രതി എന്നുള്ളതിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കൊള്ളയ്ക്കെതിരെ, ഈ ചവറ പഞ്ചായത്തിൽ നടന്ന 13.5 കോടി രൂപയുടെ അഴിമതിക്കെതിരെ, ഈ ചവറ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുവാൻ അതിനുവേണ്ടുന്ന ഏജൻസികൾ അതിന് തയ്യാറാകാത്ത പക്ഷം ഈ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറോ. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗേറ്റ് പൂട്ടി പോലീസ് കാവലിൽ ഞങ്ങളെ തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇത് സുതാര്യമായിട്ടല്ല നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഗേറ്റും ഈ പോലീസ് കാവലൊന്നും ഞങ്ങൾ മകവെക്കില്ല. അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇതിനെതിരെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി, ചവറയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാകും മാത്രമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് വളരെ കൃത്യമായ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ ഓഡിറ്റിംഗ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചവറ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് ശ്രീകുമാർ ദീർഘ അധ്യക്ഷത വഹിച്ചു. ബിജെപി വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ഒ ബിനു സ്വാഗതം പറഞ്ഞു. കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി VS ജിതിൻ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഈ ചവറ പഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ബഹുമാന്യായ ജില്ലാധ്യക്ഷനും മറ്റു പ്രാസംഗികരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 2006 ആരംഭിച്ച സൗജന്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ദൗത്യമായി ആരംഭിച്ച ജലനിധി എന്ന് പറയുന്ന പദ്ധതിയിലെ അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിൽ എത്ര പേർക്ക് കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര രൂപയാണ് CSR ഫണ്ടിനത്തിൽ ഈ പദ്ധതിക്ക് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേരാണ് ഈ പദ്ധതി പ്രകാരം ഓരോ ബോർവെല്ലിൽ നിന്നും ഗുണഭോക്താക്കളായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേർ എത്ര രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേരാണ് ഗുണഭോക്തൃവിധം കൈമാറിക്കൊണ്ട് പദ്ധതിയിൽ അംഗമായി, എത്ര പേരെയാണ് നിങ്ങളുടെ സ്വന്തക്കാരും ഇഷ്ടക്കാരും അനുഭാവികളുമായവരുടെ തിരികെ കയറ്റിയത് എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായി ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തോ ഒരു ബില്ല് കുടിശ്ശിക കൂട്ടി എല്ലാ മാസവും 2 മാസവും ഒക്കെ കൂടിയിരുന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സംസ്ഥാന കൌൺസിൽ അംഗം ഭരണിക്കാവ് രാജൻ, ചവറ മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ അയോധ്യ, ജില്ലാ കമ്മിറ്റി അംഗം MS ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി അഞ്ജന സുരേഷ്, വിഷ്ണു പുത്തൻകാവ്, ഗോപകുമാർ, സതീഷ് തമ്പാൻ, സൗമ്യ, അമൃതാലയം സുരേഷ്, ചവറ രവി, നിശാന്ത്, മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോട് കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കശുവണ്ടി മേഖല അസ്തമിച്ച നിലയിലായിരുന്നു. 2 മാസക്കാലം കൊണ്ട് അതിന്റെ പഠനങ്ങൾ നടത്തി. NK പ്രേമചന്ദ്രൻ MPക്കൊപ്പം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചില പാക്കേജും വൺ ടൈം സെറ്റിൽമെന്റ് സ്കീമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പല സാങ്കേതികമായിട്ടുള്ള
തടസ്സങ്ങൾ കാരണം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചില്ല. കുറച്ചുപേരൊക്കെ അത് വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ, നൂലാമാലകൾ പെട്ട് മുന്നോട്ട് പോകും. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ SLBC കൂടുകയാണ്. ആ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 2025 അവസാനിച്ച ആ വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം ഒരു വർഷവും കൂടെ ഇന്ന് മുതലുള്ള ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ജിയോ പുറപ്പെടുവിക്കുന്നതായി. മാത്രവുമല്ല, വ്യവസായികളും ബാങ്കുകളും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നേരിട്ട തടസ്സങ്ങൾ എല്ലാം അക്കമിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനൊരു സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിൻ്റെ ഭാഗത്തിനാണ് തടസ്സങ്ങളുണ്ടാകുന്നത്. അതിൻ്റെ SOP തയ്യാറാക്കുന്നതിന് SLBCയുടെ കൺവീനറും വ്യവസായ വകുപ്പ് സെക്രട്ടറി, കാഷ്യൂ ബോർഡിന്റെ CMD ആയ ഉണ്ണികൃഷ്ണൻ ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. അത് ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തീരുമാനം. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ കേന്ദ്രം അതിനോട് യോജിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്ത് പ്രതിനിധികളുമായി നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. പലപ്പോഴായി കർഷകരെ സംബന്ധിച്ച് നമുക്ക് കർഷകരുടെ അടുത്ത് വനാതിർത്തിയിലുള്ള പ്ലാവ് വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് ഒരു സംഘർഷത്തിനിടയാണ്. അതൊരു ചെറുതാണെങ്കിൽ ഒരു വരുമാനം. പിന്നെ അത് ഒരു പരീക്ഷണാർത്ഥം ഈ അടുത്ത ചക്ക സീസൺ വരുമ്പോൾ പൈലറ്റ് പോലെ നമ്മൾ ചില പ്രദേശങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു പോകും. അതിലെന്തേലും ഫലമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് മാത്രം ആന വരാതിരിക്കുമെന്നല്ല പറയുന്നത്. അതിന്റെ പല ഘടകങ്ങളിൽ ഒന്നായി കണ്ടുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ചു നോക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നു. ഇതിന്റെ DPR പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. 18 കോടി രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. ആറോ ജംഗ്ഷനിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചു. തഴമേലിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ഭവന സമുച്ചയം ഉടൻ പൂർത്തീകരിക്കുമെന്നും C. അജയ് പ്രസാദ് MLA പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നു. ഇതിനായുള്ള DPR പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. 18 കോടി രൂപ വിനിയോഗിച്ചാണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത്. സാങ്കേതിക അനുമതി ലഭിച്ചതിനു ശേഷം കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായി C. അജയ് പ്രസാദ് MLA പറഞ്ഞു. അഞ്ചൽ ചന്തയുടെ നിർമ്മാണ പ്രവർത്തനം സെപ്റ്റംബർ 30 പൂർത്തീകരിക്കും. തഴമേലിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ഭവന സമുച്ചയം പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുമായുള്ള യോഗം ഈ മാസം 21 MLAയുടെ സാന്നിധ്യത്തിൽ ചേരും. അഞ്ചൽ ആറോ ജംഗ്ഷനിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാറ്റി സ്ഥാപിക്കും. ഇതിനായി 12 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അഞ്ചൽ ചന്തമുക്കിന് സമീപം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇത് സംബന്ധിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. അജയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. K. രാജിമോൾ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VS ഷിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പഞ്ചായത്ത് സെക്രട്ടറി, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. DYFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി. ശനിയാഴ്ച സമ്മേളനം സമാപിക്കും. മാവേലിക്കര അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗറിലേക്കുള്ള പതാക ചാരുമൂട് കരിമുളയ്ക്കലുള്ള G. ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, കൊടിമരം ചുനക്കരയിലെ സുരേഷിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, ദീപശിഖ കുറത്തിക്കാട്ട് അജിത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സമ്മേളന നഗറിൽ എത്തിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ ഈ മുതലാളിത്ത സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ അണിനിരത്തുക എന്നതാണ്. അമേരിക്ക, ഇസ്രായേൽ എല്ലാം അകാരണമായി അവരുടെ എണ്ണയുടെയും അവരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലോകത്ത് അശാന്തി വിതക്കുമ്പോൾ കൊല ചെയ്യപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി V. K. സനോജ് MLA, കേന്ദ്ര കമ്മിറ്റി അംഗം R. രാഹുൽ, SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്, സ്വാഗത സംഘം ചെയർമാൻ G. അജയകുമാർ, കൺവീനർ MS. അരുൺകുമാർ MLA, ചിന്ത ജെറോം, ജെയിംസ് സാമുവേൽ, രമ്യ രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 350 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും.
ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. കേരള വിഷന്റെ ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോയുടെ കൊല്ലം ജില്ലാതല പര്യടനം ആരംഭിച്ചു. ലഹരിക്കെതിരെ കേരള വിഷൻ നടത്തുന്ന ഗോൾഡൻ കിക്ക് പരിപാടിയാണ് ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോ. ജില്ലാതല പര്യടനം ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ആരംഭിച്ചത്. ആവേശകരമായ വരവേൽപ്പാണ് ഗോൾഡൻ കിക്കിന് ലഭിക്കുന്നത്. കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരിക്കെതിരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്കിന്റെ കൊല്ലം ജില്ലാതല പര്യടനമാണ് ഓച്ചിറയിൽ നിന്നും ആരംഭിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്ക് ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോ എന്ന പേരിലാണ് നടക്കുന്നത്. ഗോൾഡൻ കിക്കിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ CR മഹേഷ് MLA നിർവഹിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോയുടെ പര്യടനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് S. പിള്ള സ്വാഗതം പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇന്ന് ഈ കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ലഹരി വിരുദ്ധമായ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലയിൽ മുന്നോട്ട് വരുമ്പോൾ ഒരു തലമുറയെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുന്ന COA കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ OCV സമ്മാനദാനം നിർവഹിച്ചു. സന്തോഷം. പങ്കെടുത്ത വിദ്യാർത്ഥികൾ എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ ആദരമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം താജുഗോപാൽ, COA മേഖലാ സെക്രട്ടറി അനു, RVSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന ഭാസ്കർ, പ്രഥമാധ്യാപിക ആശ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. COA ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫേൽഡ് നന്ദി പറഞ്ഞു. കേരള വിഷൻ സംഘടിപ്പിച്ച പരിപാടി ഞാനിവിടെ പഠിച്ച ഈ സ്കൂളിൽ നടത്താനൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് ഇവിടുത്തെ ടീച്ചർമാർ, PTA എല്ലാ അംഗങ്ങളും എല്ലാവർക്കും PTA പേരിലുള്ള നന്ദിയും സ്കൂളിന്റെ പേരിലുള്ള നന്ദി. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഹരിക്കെതിരെ കേരള വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ കിക്കിന് ലഭിച്ചിട്ടുള്ളത്. ഫ്ലാഷ് മോബ് ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോയെ ഓച്ചിറയിലേക്ക് വരവേറ്റത്. ലഹരിക്കെതിരായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കാണിക്കുന്ന ജാഗ്രതയുടെ ഭാഗമായാണ് ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോയുടെ പ്രചാരണം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുതിയ കാല വെല്ലുവിളികൾ നേരിടാൻ യുവതയെ പ്രാപ്തരാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. SSLC +2 പരീക്ഷകളിൽ മികവ് പുലർത്തിയവർക്ക് ഉള്ള ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡ് കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി GHSSൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലോചിതമായി നൈപുണ്യ പരിശീലന പരിപാടികൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി യുഗത്തിലെ തൊഴിൽ വിപണിയുടെ വെല്ലുവിളികൾ നേരിടാൻ യുവതയെ പ്രാപ്തരാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു.
SSLC +2 പരീക്ഷകളിൽ മികവ് പുലർത്തിയവർക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള മെറിറ്റ് അവാർഡ് വിതരണോദ്ഘാടനം കല്ലുവെട്ടാങ്കുഴി GHSSൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അനുദിനം മാറുന്ന സമകാലിക സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. കാലോചിതമായി നൈപുണ്യ പരിശീലന പരിപാടികൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെറിറ്റ് അവാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. രണ്ടാമത്തെ കാരണം ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള അവാർഡാണ്. നമുക്കെല്ലാം അദ്ദേഹത്തോടുള്ള വൈകാരികമായ അടുപ്പം. 18-ാം തീയതി അദ്ദേഹത്തിന്റെ ചരമ വാർഷികമാണ്, ജൂലൈ 18-ാം തീയതി. ഈ പ്രദേശത്തൊക്കെ എത്രയോ തവണ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ കുളത്തൂപ്പുഴയിൽ എത്രയോ തവണ ഈ വാർഡുകളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. വ്യക്തിപരമായ ആളുകളുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെ ഇപ്പോഴും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയുടെ, ഏറ്റവും ജനകീയനായ ഭരണാധികാരിയുടെ, സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്കൊപ്പം തന്റെ ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഈ അവാർഡ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ കുട്ടികൾക്ക് അഭിമാനിക്കാം. കാരണം നിങ്ങൾക്ക് പല അവാർഡുകൾ കിട്ടുമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരമാണ്. അർഹരായ കുട്ടികളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സൈനബ ബിവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, സ്ഥിരം സമിതി അധ്യക്ഷരായ C. സുഭിലാഷ് കുമാർ, വിദ്യാ വിജയൻ, റംസാന സജിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SL ടോം, സുലഭകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരുടെ സമാധി വാർഷികം 18, 19 തീയതികളിൽ ആചരിക്കും. കരുനാഗപ്പള്ളി പുന്നക്കുളം നീലകണ്ഠ തീർത്ഥപാദാശ്രമത്തിലാണ് സമാധി വാർഷികം ആചരിക്കുന്നത്. സഹസ്ര ശംഖുപൂജ, പുസ്തക പ്രകാശനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ മഹാസമാധി വാർഷിക ദിനാചരണമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലായി കരുനാഗപ്പള്ളി പുതിയകാവ് നീലകണ്ഠ തീർത്ഥപാദാശ്രമത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. എല്ലാ വർഷവും നമ്മൾ സമാധി വാർഷികം നടത്താറുണ്ടെങ്കിൽ ഇത്തവണ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, നമ്മുടെ പാർലമെന്റിലെ പ്രവേശന സമയത്ത് നടത്തിയ സഹസ്ര ശംഖാഭിഷേക പൂജ ഇത്തവണ നമ്മുടെ ആശ്രമത്തിൽ നടത്തുന്നു. അത് കോയമ്പത്തൂർ അവിനാശി മഠം ആചാര്യൻ കാമാച്ചി ദാസർ തിരുമേനികളുടെ മുഖ്യ കർമ്മത്വത്തിലാണ് നടക്കുന്നത്. ഇത് 18-ാം തീയതിയും 19-ാം തീയതിയും ആയിട്ടാണ് നടക്കുന്നത്. ഇതൊന്ന് കേരളത്തിൽ ഇതം പ്രഥമമായിട്ടാണ് നമ്മളിവിടെ ആദ്യമായി പൂജ നടത്തുന്നത്. ഇത് കൂടാതെ ബ്രഹ്മാഞ്ജലി എന്ന പുസ്തകം നീലകണ്ഠ സ്വാമികളും അദ്ദേഹത്തിന്റെ ശിഷ്യരും ചേർന്ന് രചിച്ച ബ്രഹ്മാഞ്ജലി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു. പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികളാണ് ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. ആ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികളാണ്. ഹരിപ്പാട് കാർത്തിക ആശ്രമത്തിന്റെ മഠാധിപതി ബ്രഹ്മാനന്ദ തീർത്ഥപാദർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. നീലകണ്ഠ തീർത്ഥസ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയും ശിഷ്യരും ചേർന്ന് രചിച്ച ബ്രഹ്മാഞ്ജലി എന്ന പുസ്തകത്തിന്റെ പുനഃപ്രകാശനവും നടത്തും. ഇതോടൊപ്പം കോയമ്പത്തൂർ അവിനാശി മഠത്തിന്റെ നേതൃത്വത്തിൽ സഹസ്ര ശംഖാഭിഷേകവും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നീലകണ്ഠ സ്വാമി ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നെങ്കിൽ ശ്രീ നാരായണ ഗുരുസ്വാമി. ഇവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ പലപ്പോഴും ആശ്രമത്തിൽ വരികയും ഈ സ്വാമിജിയായിട്ട് പല സംഭാഷണങ്ങൾ ഏർപ്പെടുകയും നാരായണ ഗുരുസ്വാമി ചെയ്തു. അങ്ങനെയും ഈ നമ്മുടെ ഈ നീലകണ്ഠ സ്വാമിയുടെ ആ വൈശിഷ്ട്യം എടുത്തു പറയേണ്ടതാണ്. ഈ നീലകണ്ഠ തീർത്ഥപാദസ്വാമിയെ കുറിച്ച് ഒരു ജീവചരിത്ര സമുച്ചയം എഴുതിയിട്ടുണ്ട്. അത് പന്നിശ്ശേരി നാണുപിള്ള, SN കൃഷ്ണപിള്ളയും കൂടെ ചേർന്നാണ് ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഈ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ നീലകണ്ഠ ജീവചരിത്ര സമുച്ചയം. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന മഹാസമാധി അനുസ്മരണ സമ്മേളനം ഹരിപ്പാട് കാർത്തികേയാശ്രമ മഠാധിപതി ഭൂമാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും. സ്വാമിനി ജ്ഞാനാഭനുഷ്ഠാനന്ദഗിരി അനുസ്മരണ പ്രഭാഷണം നടത്തും. ട്രസ്റ്റ് പ്രസിഡന്റ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ പുസ്തക പ്രകാശനം നിർവഹിക്കും. കോയമ്പത്തൂർ അവിനാശി മഠം ആചാര്യൻ കാമാച്ചിദാസൻ പുസ്തകം ഏറ്റുവാങ്ങും.
ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ ആർ അരുൺകുമാർ, അഡ്വക്കേറ്റ് എസ് സോമൻപിള്ള, എം അപ്പുക്കുട്ടൻപിള്ള, CR ഹരികൃഷ്ണൻ, കെ വേണു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനം നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ബമ്പർ ടിക്കറ്റ് പുറത്തിറക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച മുതലാണ് ടിക്കറ്റ് വിൽപ്പന ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായാണ് തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം ചെയ്തത്. 25 കോടിയിൽ നിന്ന് 30 കോടിയായാണ് ഒന്നാം സമ്മാനം ഉയർത്തിയിട്ടുള്ളത്. ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. സമ്മാനഘടനയിലും വലിയ മാറ്റങ്ങളുണ്ട്. രാജ്യത്ത് ഇത്രയും ഉയർന്ന തുക ലോട്ടറി സമ്മാനമായി നൽകുന്നത് കേരളത്തിലാണ്. 500 രൂപയാണ് ടിക്കറ്റിന്റെ വില. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. അടുത്ത തിങ്കളാഴ്ച മുതലാണ് ടിക്കറ്റ് വിൽപ്പന ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രമേ വാങ്ങാവൂ എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ജി സുധാകരൻ MLA രൂക്ഷമായി വിമർശിച്ച് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. അധികാര കൊതിപൂണ്ട് ചെളിക്കുണ്ടിൽ ആണ്ടുപോയ ആളാണ് സുധാകരനെന്ന് V വസീഫ് പറഞ്ഞു. DYFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു വിമർശനം. DYFIയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പോലും അവഹേളിച്ചയാളാണ് സുധാകരനെന്ന് അദ്ദേഹം പറഞ്ഞു. മാവേലിക്കരയിൽ നടക്കുന്ന DYFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് DYFI സംസ്ഥാന സെക്രട്ടറി V വസീഫ് ജി സുധാകരൻ MLAയെ രൂക്ഷമായി വിമർശിച്ചത്. അധികാരക്കൊതി പൂണ്ട് ചെളിക്കുണ്ടിലാണ്ടുപോയയാളാണ് സുധാകരനെന്ന് V വസീഫ് കുറ്റപ്പെടുത്തി. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോറിനെ പോലും അവഹേളിച്ചയാളാണ് സുധാകരൻ. ആ DYFIക്കാരെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ പൊതിച്ചോറിനെ ഈ DYFI ഹൃദയപൂർവ്വം പദ്ധതിയെ നേരത്തെ വലിയ പിന്തുണ തന്ന ആളാണ്. അന്ന് നിങ്ങൾ മാനവികതയുടെ പക്ഷത്തായിരുന്നു, തെളിമയുള്ള രാഷ്ട്രീയം പറയാറുണ്ടായിരുന്നു. നിങ്ങൾ അധികാര കൊതിമൂത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്ന് ഇറങ്ങി. ആ ചെളിക്കൊണ്ടിൽ ഇറങ്ങിയിട്ട് ആ ചെളിയാകെ ദേഹത്ത് നിങ്ങൾ വാരി തേച്ച് എന്നിട്ടിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രം. ഞങ്ങൾ രക്തസാക്ഷികളെ അംഗീകരിക്കുന്നവരാണ്. ജി ഭുവനേശ്വരൻ ഉൾപ്പെടെയുള്ള ധീരരായ രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ച പതാകകളും അവരുടെ സന്ദേശങ്ങളും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് DYFIയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പല കവിതകളും എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ പൂച്ചയെയും നിങ്ങളുടെ പട്ടിയെയും ഒക്കെ വായിച്ചവരും പിന്തുണച്ചവരും ഒക്കെ ഉണ്ട് ഇവിടെ പലരും. അതിൽ എല്ലാം നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് കരുതരുത്. ഞങ്ങളുടെ പ്രിയ സഖാവ് ഭുവനേശ്വരനോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും. ഞങ്ങളെല്ലാം രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നവരാണ്. രക്തസാക്ഷികളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവർ പിടിച്ച കൊടി ഉറക്കെ ഉറക്കെ ഈ വാനിൽ ഉയരെ ഉയരെ പാറിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. KMMLന്റെ വികസനത്തിനായി തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നവീകരിച്ച INTUC ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ അവാർഡ് ദാനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് INTUCയുടെ നവീകരിച്ച INTUC ഭവനാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. KMMLന്റെ വികസനത്തിനായി തൊഴിലാളികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരത്തിലല്ലോ പോകുന്നത്, ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ കൂടുതൽ വാല്യൂ അഡീഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. എനിക്ക് തൊഴിലാളികളോട് പറയാനുള്ളത്, ഞാനിപ്പോ പ്രസിഡന്റ് അല്ല, പക്ഷേ നിങ്ങളുടെ LTS ഒപ്പുവെച്ചിട്ടാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ആ ഒപ്പുവെച്ച LTS എത്രയും പെട്ടെന്നുള്ള നടപ്പാക്കും എന്ന ഉറപ്പുകൂടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എല്ലാ ട്രേഡ് യൂണിയനുകളും അംഗീകരിച്ചിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചത്. അതിലുള്ള ചർച്ചകളെ കുറിച്ചെല്ലാം ഇവിടുത്തെ INTUCക്കാർക്ക് മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കും അറിയാം. ഇത്ര നല്ല രീതിയിൽ ആ LTS ഒപ്പുവെക്കാൻ കഴിഞ്ഞത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. എനിക്ക് എല്ലാ ട്രേഡ് യൂണിയനോടും പറയാനുള്ളത്, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കണം, ഈ നാട് ഒരുമിച്ച് നിൽക്കണം. പ്രിയങ്കരനായ MLA നമ്മുടെ മന്ത്രി കൂടിയാണ് ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ. നമ്മുടെ MP ഉണ്ട്. മിനറൽ പോളിസി കേന്ദ്രവുമായി ബന്ധപ്പെട്ട പോളിസിയാണ്.
നമ്മുടെ MP-യുടെയും MLA-യുടെയും സജീവമായ പരിശ്രമം കൂടി, ഈ സ്ഥാപന മന്ത്രിയുടെയും കൂടി സജീവമായ പരിശ്രമം ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാകും. ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ആർ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. മന്ത്രി PC വിശ്വനാഥ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. നിയമസഭാ സാമാജികനായി 25 വർഷം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിയെ മന്ത്രി ബിന്ദു കൃഷ്ണ ആദരിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP സുനിലിനെ NK പ്രേമചന്ദ്രൻ MP ആദരിച്ചു. അഡ്വക്കേറ്റ് P ജെർമിയാസ്, KC രാജൻ, കോലത്ത് വേണുഗോപാൽ, സന്തോഷ് തുപ്പാശ്ശേരി, ഷംല നൌഷാദ്, S ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. അവിവാഹിതരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യുവും പിടിയിൽ. കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോട് കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ലെന്നും മന്ത്രി. ലഹരിക്കെതിരായ പോരാട്ടം. കേരള വിഷന്റെ ഗോൾഡ് ഓൺ കൺട്രി റോഡ് ഷോ കൊല്ലം ജില്ലയിൽ. ഓച്ചിറയിൽ നിന്നും ലഹരിക്കെതിരെ ഗോൾഡൻ കിക്ക്. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായി തിരുവോണം ബമ്പർ. മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. അടുത്ത തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.